എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? നീ 2 ദിവസത്തേക്ക് അവധിയല്ലേ? പിന്നെ നാളെ സ്കൂളില്ല ബിക്കോസ് മറ്റേ നാളെ ഈശോപ്പയുടെ മറ്റേ ഗുഡ് ഫ്രൈഡേ ആണ്. ഗുഡ് ഫ്രൈഡേ അത് ഫിനിഷിൽ പറഞ്ഞ പിക്കപ്പേറിയാതായി. ഫുഡ് കഴിച്ചേ? ഇന്ന് മറ്റേ മീറ്റിന്റെ സോസ് പൊട്ടാറ്റോയും അത് ആണോ? അടിപൊളിയായിരുന്നോ? ഇന്ന് നമുക്ക് എന്നാ പരിപാടി? നമ്മള് മറ്റേ പിന്നെ ഇല്ലേ ഇന്നാണെങ്കിൽ മറ്റേ എന്റെ ടീച്ചറും പോകുന്നുണ്ട് ഇന്ന് മറ്റേ പള്ളിയിൽ. ഇന്ന് പള്ളിയിൽ പോകുന്നുണ്ടോ? നമുക്കും പള്ളിയിൽ പോണ്ടേ? നമുക്ക് ഈശോയുടെ പാലുണ്ടാക്കണ്ടേ? എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചുണ്ട്. ഇന്ന് നമുക്ക് പള്ളിയിൽ പോണം. ഈശോയുടെ അപ്പം ഉണ്ടാക്കണം. അമ്മ ചോദിച്ചപ്പോ അമ്മേനെ വിളിച്ച പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇന്ന് പറ്റില്ല ബിക്കോസ് അവർക്ക് മറ്റേ കസ്റ്റമേഴ്സ് വരുക. ആണോ? ജോണിക്കുട്ടിക്ക് എന്നാ കഴിക്കാൻ വേണ്ടേ? വിശക്കുന്നുണ്ടോ? എന്നാ വേണ്ടേ? അത്രയൊന്നും വിശക്കുന്നില്ലേ? ഇപ്പൊ കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് വന്നോളല്ലേ? അവര് എത്തിയോ? മമ്മേ അവിടെ ഇന്ന് രാവിലെ തന്നെ എത്തി. ഇവിടുന്ന് 3 hours ഉണ്ടായിരുന്നല്ലോ. അവരോടെ എത്തി. കുറച്ച് വിളിക്കും. ജോണിക്കുട്ടി വന്നു കഴിയുമ്പോൾ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. പോകാത്തൊരു വിഷമമൊന്നും ഇല്ലല്ലോ? കുറച്ച് വിഷമമുണ്ട്. മറ്റേ ഒരു ഫോട്ടോ മമ്മ അയച്ചു തന്നാണ്. എസ്കുട്ടിയെ മറ്റേ എയർപോർട്ടിൽ നിന്നുമ്പോ ആ സ്റ്റോളറില്ലേ അത് തുറങ്ങനെ അയച്ചാണ്. ഇന്ന് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റോ? ഏത് ജോണിക്കുട്ടിക്ക് മറ്റേ പറഞ്ഞാണോ അതിനെ കുറിച്ച്? അപ്പൊ സിസ്റ്ററിനെ കൊടുത്തപ്പോ സിസ്റ്ററിന് മറന്നുപോയി എന്റെ പേര്. അപ്പഴാണെങ്കിൽ അവൻക്ക് എന്റെ ഫ്രണ്ടിന് പറഞ്ഞു മറ്റേ വേറെ ഏതോരു കൊച്ചാ തന്നെ, ഞാനല്ലാന്ന്. വേറെ ഏതോരു കൊച്ചാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ് തന്നെന്ന്. എന്നിട്ട് ചെയ്തിട്ടാണെങ്കിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നത് അറിയാതെ എനിക്ക് പെട്ടെന്ന് ഞാൻ ചൂസ് ചെയ്ത് ഇതായോണ്ട. എന്നിട്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ലാണ്ട് എനിക്ക് നമ്മൾ ഒരുമിച്ച് പോണോണ്ട് അവനിക്കും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരുമിച്ച് ആയിട്ടുള്ളതുകൊണ്ട് എന്റെ ആണ് അത്. എന്നിട്ട് ഞാൻ അവനക്ക് ഇന്നലെ എനിക്ക് കൊടുത്തു. ജോണിക്കുട്ടി ഈസ്റ്ററിന് വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോണിക്കുട്ടി പെട്ടെന്ന് കൂട്ടുകാരന് കൊണ്ടുവന്ന് പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് കൊണ്ടുവന്ന് മൊത്തം കൊടുത്തു, കൊട്ടും വെക്കാണ്ട്. നമുക്കിത് വീണ്ടും ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം നമുക്ക് പോകാലോ കേട്ടോ? പപ്പ എന്ത് ചെയ്യും? പപ്പ ജോണിക്കുട്ടി വരും. അല്ല, പപ്പ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പപ്പ കൊടുത്തു തരാം. മറ്റേ വിറുപ്പ് ചെയ്യാൻ പോകുമ്പോ പപ്പ വീഡിയോ എടുക്കുന്നുണ്ട്. പപ്പ അറിയത്തില്ല, പപ്പ നോക്കാം. അപ്പോൾ നമ്മൾ പെസഹ വ്യാഴാഴ്ച പ്രമാണിച്ച് കുറച്ച് പാൽ നമുക്ക് ഉണ്ടാക്കാം. ജോണിക്കുട്ടി ഉണ്ടാക്കാൻ കൂടുന്നുണ്ടോ? അപ്പൻ്റെ അടുത്ത് കൂടുന്നുണ്ടോ? ഇഷ്ടമാണോ ജോണിക്കുട്ടിക്ക്? പാൽ ഇഷ്ടമാണോ? ഈശോയുടെ പാൽ ഇഷ്ടമാണോ? നമ്മളെ എല്ലാ പ്രാവശ്യം ഈസ്റ്ററിന് ഓർക്കുന്നുണ്ടോ? നല്ല കോമ്പിനേഷൻ എന്ന് വെച്ചാൽ മറ്റേ ആ ബ്രെഡ് ഇല്ലേ, ബ്രെഡും മറ്റേ പാലും എടുത്തിട്ട് അത് ഇടുമ്പോ നല്ലതാണോ? അപ്പൊ നമുക്ക് നമ്മുടെ പപ്പയുടെ അപ്പച്ചനില്ലേ, അതായത് നമ്മുടെ പപ്പയുടെ വല്യപ്പച്ചൻ ഓർക്കുന്നുണ്ടോ? കൊച്ചു ഓർക്കുന്നുണ്ടോ? പപ്പയുടെ അപ്പന്റെ അപ്പൻ അപ്പച്ചൻ മരിച്ചു പോയില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തവണ കുരിശപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പാലുണ്ടാക്കാം. പപ്പ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ മറ്റേ പാല് മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പൊ അത് മറ്റേ ആ ബ്രെഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ബ്രെഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ജോബിനങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അപ്പം പാലും കഴിക്കാം. ഓക്കെ? അപ്പൊ നമ്മള് ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് അത്ര തിന്നുന്ന ബിക്കോസ് എനിക്ക് ഛർദിയും വരാൻ തുടങ്ങി. ഒത്തിരി കഴിച്ച് കഴിഞ്ഞാൽ ഛർദി വരും. അത് സാരമില്ല. അപ്പൊ നമുക്ക് തേങ്ങ പൊട്ടിക്കണ്ടേ? അപ്പൊ ജോണിക്കുട്ടി നമ്മുടെ അരകല്ലും പിള്ള വെച്ചിട്ടാണ് ജോണിക്കുട്ടി തേങ്ങ പൊട്ടിക്കാൻ വിളിച്ചിരിക്കുന്നത്. കത്തിയെടുത്ത് ചെയ്ത് കഴിഞ്ഞാല് ഇതാവും. വലുതാവുമ്പം പപ്പയ്ക്ക് ചുമ്മാ ഇരിക്കാം. ജോണിക്കുട്ടി ഇതൊക്കെ പൊട്ടിച്ച് കേട്ടോ. പതുക്കെ പപ്പ ഹെൽപ്പ് ചെയ്യണോ? അവിടെ നിന്നിട്ട് നോക്കും മറ്റേ ഇതില്ലേ, ഇത് കത്തെടുത്താണ് ചെയ്യണേ. മറ്റോ ഇടി കൊടുത്തിട്ട് അതുപോലെ ഇട്ടിട്ട് ഒന്നടി തിരിച്ചോണ്ടിരുന്നു. അപ്പൊ കത്തി ആയോണ്ടല്ല യൂസ് ചെയ്യാം. അതുപോലെ വലിയ കത്തി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നടുക്ക് അങ്ങനെ മുറിക്കണം. പതുക്കെ കൈ മുറിക്കില്ല കേട്ടോ.
ഞാൻ വേണേ ഫോൺ ഇട്ട് വരാം. എങ്കിൽ അങ്ങനെ അങ്ങനെ എന്നിട്ട് വട്ടം കറങ്ങിയാൽ മതി. കൈ പോലെ. തീർന്നു. അന്നത്തെ കപ്പടത്തിട്ടു. കൈ പോകാണ്ട് ചെയ്യണം കേട്ടോ. പങ്കിൽ കുറച്ചുള്ളപ്പോ പപ്പയ്ക്ക് തരും എനിക്ക് പറ്റുന്നത്. ഓക്കെ. ഇതിനകത്തേക്ക് എടുത്തിട്ടോ. നമ്മൾ 3 നേരങ്ങൾക്കുള്ളതാണ് ഇടുന്നത്. കുറേ ചെയ്ത് അങ്ങനെയല്ല ഇടുന്നത്. കൈ കൊണ്ട് വരെ ഇടും. ഇതിനോട്ട് കൈ കഴുകിയതാണല്ലോ. ഉടുപ്പ് അകത്ത് പറ്റാണ്ട് ചെയ്യണേ. താഴെ കളയണ്ട. പതുക്കെ ചെയ്തു. ഇതിൻ്റെ കറക്റ്റ് കണക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ 2 ശർക്കര എടുത്തിട്ടുണ്ട്. കൈ പൊക്കരുത്. ഞങ്ങൾ കൈ പൊക്കാണ്ട് ശരിക്കും താത്തി വെച്ച് തന്നെ നന്നായിട്ട് പീച്ചിയാൽ മതി. ആദ്യത്തെ പാല് നമ്മൾ എടുക്കും. 2 പ്രാവശ്യം നമ്മൾ പാലെടുക്കണം. അപ്പോൾ ആദ്യമേ ജോണിക്കുട്ടി അങ്ങനെ മിക്സ് ചെയ്ത് എനിക്ക് മനസ്സിലായേ. ഇത് തേങ്ങ ചുമ്മാ എടുത്തതാണോ? ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം ഇടുമ്പോ അത് തേങ്ങയുടെ വെള്ളം വരുമ്പോ വെള്ളം മുറുകണ ഇത് മാറ്റിട്ട് വെള്ളം ഇടും. വെള്ളം നമ്മൾ എടുക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഞാൻ ഓർത്തു എന്തിനാ വെള്ളം ഇടുന്ന തേങ്ങയുടെ അകത്ത്. പാലെടുക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാം വെള്ളം ബോട്ടമിൽ നിന്നാണ്. ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യത്തെ പാലെടുത്ത് നമ്മൾ മാറ്റി വെക്കണം. ഒത്തിരി പൊക്കരുത്. ഒത്തിരി പൊക്കി കഴിഞ്ഞാൽ മേത്ത് വീഴും. അങ്ങനെ ശരിക്കും പാല് ആയിട്ട് ഇതിനകത്തേക്ക് ഇടും കേട്ടോ. ഇനി മൂന്നാമത്തെ ചെയ്യോ? ഇനിയില്ല, നമ്മൾ 2ാം പാല് മാത്രം മതി. അപ്പം അത്യാവശ്യം നമ്മൾ പാൽ എടുത്തിട്ടുണ്ട്. പപ്പയും കൂടി ഹെൽപ്പ് ചെയ്തില്ലേ. ഇനി നമുക്ക് അരിച്ചെടുക്കാം. അപ്പം ഇനി മറ്റേ ഒരാള് ഇപ്പം മറ്റേ ഡെഡ് ആവില്ലേ? അപ്പൊ ഇത് മറ്റേ അപ്പം ചെയ്യാൻ പാടില്ലേ? അതായത് അവർ മരിച്ച് ആദ്യത്തെ ഈസ്റ്റർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഈസ്റ്റർ. എന്നിട്ട് ഈ വരാൻ പോണ മറ്റേ നെക്സ്റ്റ് ഈസ്റ്ററിന് പറ്റും. എന്നിട്ട് നെക്സ്റ്റ് ഈസ്റ്റർ പറ്റിയെങ്കിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നല്ല നമ്മുടെ വെരി ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന് പറ്റത്തില്ല. പപ്പയുടെ റിലേറ്റീവ്സ് ആകുമ്പോൾ പപ്പയുടെ ആൾക്കാർക്ക് പറ്റത്തില്ല. അങ്ങനെ പപ്പയുടെ ഫ്രണ്ട്സിന് പറ്റുമോ? അതൊക്കെ പറ്റും. ബ്രെഡോ? ബ്രെഡല്ലേ കേക്ക് ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മൾ കടുപ്പം എടുക്കുന്നത്? അല്ല വെയിറ്റ്, മറ്റേ ബുള്ളയില്ലേ, ബുള്ള ഉണ്ടാക്കുമ്പോ ഈ കടുമുണ്ണ യൂസ് ചെയ്യില്ലേ ഉണ്ടാക്കുമ്പോ? നാലെടുത്ത ബുള്ള, അതിന്റെ മണമുണ്ട് ഇതിന്. ഏലക്കയ്ക്ക് അങ്ങനത്തെ മണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് രണ്ടും കൂടെ എന്നെ പൊടിക്കണം. താഴെ കളയണ്ടേ. എന്നിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കുക കേട്ടോ. പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇടിക്കാണ്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ ഈശോയുടെ അപ്പം ഉണ്ടാക്കുമ്പോൾ പുതിയ കാലത്തിൽ ഉണ്ടാക്കണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യവും പുതിയ കാലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള കാലത്തിനകത്തേക്ക് നമ്മളെ ശർക്കര ഇടണം. അല്ല പപ്പ, മറ്റേ അവന് വരണേക്കാട് മുന്നേ നമുക്ക് മറ്റേ ഈസ്റ്റർ ഞാൻ ഇപ്പൊ വിറുപ്പ് ചെയ്യുമ്പോ അത് മറ്റേ വിറുപ്പ് ചെയ്യാൻ സമയമാകുമ്പോ നമുക്ക് പറ്റുമെങ്കിൽ മറ്റേ കോഴിക്കോട്ട ഉണ്ടാക്കാം. കോഴിക്കോട്ടെ നമുക്ക് ദിവസം കോഴിക്കോട്ട ഉണ്ടാക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് അറിയാമോ? ആ കാലത്തിനകത്തേക്ക് ആ 2 ശർക്കര ഇടുന്നു, കുറച്ച് വെള്ളം ഒഴിക്കുന്നു, അതിനകത്തേക്ക് ആ ശർക്കര കേട്ടോ. അത് മെൽറ്റായോ? നമ്മൾ അതിനറിയോ, അതിന് ചിലപ്പോൾ കല്ലുണ്ടാവും. അതായത് ശർക്കരയ്ക്കകത്ത് കല്ലുണ്ടാവും. അപ്പോൾ നമ്മളതിനെ ഒന്ന് അരിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ചെറിയ കല്ല് കാണാൻ സാധ്യതയുണ്ട്. ശർക്കര ഉണ്ടല്ലായിരുന്നു കണ്ടോ? ചെറിയ ചെറിയ കല്ലുകൾ കണ്ടോ? ഇത്രയും കല്ലുകളുണ്ട്. അത് ശർക്കര ഉണ്ടാക്കുമ്പോൾ ഈ കരിമ്പിനകത്ത് നിന്നൊക്കെ കല്ല് വരുന്നല്ലേ. അതെന്നറിയോ? അരിപ്പൊടി നമ്മൾ കുറച്ച് അരിപ്പൊടി നമ്മൾ ഈ 2ാം പാലിനകത്തേക്ക് ഇട്ടോ. മുട്ടിക്കാണ്ടിരുന്നോ? അങ്ങനെ. രണ്ടാമത്തെ പാലാണോ? അതെ. നമ്മൾ അരിപ്പൊടി ചേർത്ത് എന്തിനാ അറിയോ? പയ്യെ ഇളക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ?
കുറച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പയ്യെ ഇളകിക്കോ, തെറിച്ചപ്പുറം പോകരുത്. അവിടെ കട്ട ബോൾസ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യും? അത് നമുക്ക് മിക്സ് ചെയ്ത് എന്തായാലും പൊക്കോളും. മെൽറ്റ് ആവുമല്ലോ. മെൽറ്റായി, ഓൾറെഡി മെൽറ്റായി. 5 മില്ലി എടുക്കണോ ഇത് ഫുള്ള്? മൊത്തം നിറച്ചെടുത്തത്. അപ്പോൾ അത് അതെടുത്ത് നമ്മുടെ പാലിനകത്തേക്ക് പാലിലെത്താ. ഇനി നമുക്ക് കുറച്ച് ചുക്കും കൂടി ഇടണം. നമ്മുടെ പാലിനകത്തേക്ക് നമ്മൾ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, അതെടുത്തോ. ഇതേ ഇത് 1-ാം പാൽ. രണ്ടാം പാല് കട്ടി കുറഞ്ഞ പാല്, 1-ാം പാല് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പാല്. ഇനി പയ്യോടെ വെച്ചിട്ട് തിളക്കിക്കാം. പക്ഷേ ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കാം. പയ്യെ ഇളക്കിയാൽ മതി. ഇനി നമ്മൾ ചെറിയ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വയ്ക്കും. എന്നിട്ട് നമുക്ക് കുരിശോല വയ്ക്കണം. എല്ലാ പ്രാവശ്യവും പപ്പയെ കുരിശ് വയ്ക്കുന്നത്. അപ്പോൾ ജോണിക്കുട്ടി ഈ പ്രാവശ്യം നമ്മുടെ അപ്പനായോ. യൂഷ്വലി ഇന്നാളെ നാം ചെയ്തപ്പോ ഞാൻ കരഞ്ഞു, എനിക്ക് ഇത് ഇടുന്നാണു. ഞാൻ കരഞ്ഞു ഓരോ വട്ടം പപ്പയാണ് ഇട്ടോണ്ടിരുന്നത്, അപ്പന്മാരിടാറ്. പക്ഷെ ഈ വട്ടം ഞാൻ കൊച്ചിനിടാം. അങ്ങനെ ജോണിക്കുട്ടി കുരിശ് വെച്ചു അല്ലേ. ഇനി നമുക്ക് കുളിച്ചിട്ട് പള്ളിയിൽ പോവാം. അമ്മ ഉണ്ടാക്കിയ പോലത്തെ പാലാണോ നോക്കി? എനിക്ക് കുറച്ചുകൂടി ഫ്ലേവർ ഉള്ളതാണ്. ഫ്ലേവർ ഉള്ള മറ്റേ ഞാൻ ഗസ് ചെയ്യട്ടെ, ഇത് എന്ത് ഏത് രണ്ടാമത്തെ ഒന്നാമത്തെ മനസ്സിലായില്ല. ബിക്കോസ് ഈ മറ്റേ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് നല്ലതാണോ? എനിക്ക് മറ്റേ പൈസം ഇല്ലേ, പൈസത്തിന്റെ ടേസ്റ്റാണ്. പൈസത്തിന്റെ ടേസ്റ്റ് കാരണം ഏലക്കയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നതാണ്. മറ്റേ നൂഡിൽസ് സാധനം ഇല്ലേ പൈസത്തിൽ ഇടുന്ന, അത് ഇട്ടെങ്കിൽ അത് പൈസമായേനെ. പക്ഷെ ഇത് ഇപ്പൊ ഈ ഷോപ്പിലെ മറ്റേ പാല. അമ്മയൊക്കെ അവിടെ അപ്പം മുറിക്കാൻ സമയമായില്ല. അവർ ഓൾറെഡി സ്കോട്ട്ലൻഡിൽ എത്തി. അല്ല, സ്കോട്ട്ലൻഡിൽ രാവിലെ എത്തിയല്ലോ. അല്ല, രാവിലെ എത്തിയില്ലാണോ? അവർ ജസ്റ്റ് മറ്റേ എയർപ്ലെയിനിൽ ഫോട്ടോ എടുത്തതാ. അല്ല, സ്കോട്ട്ലൻഡിന്റെ ടൈം 8 മണിയൊക്കെ അവരോട് എത്തിയായിരുന്നു. അതായത് ഇവിടെ ഫിൻലൻഡിലെ ടൈം 10 മണിയൊക്കെ എത്തി അവര്. പല്ല് പിടിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോണേ. കുറെ കൂടി സമയമുണ്ടല്ലോ. കുറച്ച് സമയമുണ്ട്. 4 മണി മുമ്പേ അല്ലല്ലോ പോണേ. ഏത് സമയത്തില്ല? 4 മണി. 4 മണിയോ? എപ്പം 3 മണി 38. നമ്മളിപ്പം ആക്ച്വലി ഈ സമയത്ത് നമ്മൾ നാട്ടിലുണ്ടാവേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയാ, ഇനി നമ്മള് ചിലപ്പോ ഒരിക്കലും പോവില്ലല്ലോ, ബോറുണ്ട്. പറയാൻ പറ്റത്തുന്നില്ല, വാറൊക്കെ തീരൂല. ആർക്കറിയാം, ഇന്ത്യ ചിലപ്പോ ഡിഫീറ്റ് എങ്കിൽ ആർക്കറിയാം. ഓരോ ദിവസം ഞാൻ ഇപ്പൊ പ്രേ ചെയ്യുന്ന എന്താണെന്നറിയോ? ഞാൻ കുരിശ് വരച്ചുമ്പോ ഓരോ വട്ടം മൈൻഡിൽ നിന്നും മറ്റേ വോറ് പറ്റാതെ ഫിൻലൻഡിലും ഇന്ത്യയിലും അതുപോലെ ഞാൻ ഇതുപോലെ വിഷയമായിട്ടുണ്ട്. എനിക്കിപ്പോ പേടിയായോണ്ട് ലോകത്തൊരിടത്തും ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോലെ തന്നെയല്ലേ വേറെ സ്ഥലത്തുള്ളവരും നമ്മളെപ്പോലെ മനുഷ്യരല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇനി യുദ്ധം ഉണ്ടായാൽ നമ്മളെ എല്ലാ രീതിയിലും എല്ലാരെയും ബാധിക്കും കേട്ടാ. ചിലപ്പോ യൂറോപ്പ് കെയർഫുൾ ആയിട്ട് കഴിക്കും കേട്ടോ. ചിലപ്പോ ഇപ്പോ ഇന്ത്യനും ഒരാള് ജസ്റ്റ് ഫ്ലൈ ചെയ്തോളൂ ഇവിടെ വരെ, എന്നിട്ട്
അതിനൊന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യണ്ടേ. പൈസ പോലും ഇല്ലാക്കും മറ്റേ ഫിൻലൻഡിൽ. അപ്പോൾ കടയിലൊന്നും പോകാൻ പറ്റില്ല. വെള്ളം വേണമെങ്കിൽ ഫുഡ് വേണമെങ്കിൽ. അപ്പൊ ആർക്കറിയാം, ഇവിടെ എല്ലാവരെയും പറയും, പല രീതിയിൽ പറയും. ഫുഡായിട്ടും വെള്ളമായിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് വാർ എവിടെയെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അങ്ങനെ ലോകത്തിന് ഒരു വാർ വന്നു കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഏതാ മറ്റേ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ ബാധിക്കത്തില്ല. നമുക്ക് തണുപ്പുള്ള രാജ്യത്താണെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ഉണ്ടാവത്തില്ല, അതുപോലെ വെള്ളം ചൂടാകത്തില്ല, കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ നമ്മൾ കൂടുതലും നമുക്ക് ഇലക്ട്രിക് കൊണ്ടല്ലേ, കറണ്ട് കൊണ്ടല്ലേ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ മറ്റേ അപ്പൊ ചില ആൾക്കാർ ഹണ്ടേഴ്സ് ആണെങ്കിൽ തീ എടുക്കൂലേ. തീയോ? ആ, തീ ഇടാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് കുക്ക് പക്ഷെ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഫിലിപ്പിൽ തന്നെയാണ് തന്നെ എല്ലാവർക്കും ഇപ്പൊ വിറക് വെച്ച് കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അങ്ങനെയില്ലല്ലോ. അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് അല്ലാണ്ട് താമസിക്കുന്നവർക്ക് പറ്റത്തില്ല. പിന്നെ ഹീറ്റിംഗ് സിസ്റ്റം എല്ലാവർക്കും വേറെ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിനെല്ലാം ഇലക്ട്രിക് ആവശ്യമല്ലേ. ഞങ്ങൾ നേരെ പള്ളിയിൽ പോവാണ്. ഇന്ന് പള്ളിയിൽ കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ ഉണ്ട്. ജോണിക്കുട്ടി ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പള്ളി പോയപ്പോൾ ഓർക്കുന്നുണ്ടോ? കാല് കഴുകുന്ന ശുശ്രൂഷ ഓർക്കുന്നുണ്ടോ? എന്റെ ഓർമ്മയ്ക്ക് എന്റെ കാല് ചെയ്തില്ല. അത് ചെയ്തോ? കഴിഞ്ഞ പ്രാവശ്യം ജോണിക്കുട്ടിയുടെ ചെയ്തില്ലായിരുന്നു. ചെയ്തായിരുന്നോ? ചെയ്തു. എന്റെ ഓർമ്മയ്ക്ക് ചെയ്തു. ഞാൻ ഓർക്കുന്ന ഇന്ന് ചെയ്യൂണാ. അതുപോലെ ഞാൻ വിഷയാണ് ഇപ്പൊ. എനിക്ക് വേണം. ഗാർച്ചന് ഒട്ടും ഇഷ്ടമില്ലാത്തോണ്ട് മറ്റേ ഒരു കൊച്ച് അതിനെ കുറിച്ച് പഠിച്ചിന്. പൈസക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അത് വന്നിട്ട് മറ്റേ ഗാർച്ചന് പറഞ്ഞു, നിങ്ങൾ ഈ ഷോപ്പിൽ തന്നെ എടുക്കുന്ന എനിക്ക് പൈസ തരാനാണ്. എന്നാൽ പൈസ കിട്ടി. ഇപ്പൊ കാണിച്ചു കൊടുത്തു. ഈ ഷോപ്പിൽ എനിക്ക് ആ ദോഷത്തിൽ പറഞ്ഞപ്പോ എനിക്ക് മറ്റേ ആ കൊച്ചിനെ പേടിയായി. ഓർത്തു അതിനെ കണ്ടുപിടിച്ചു. അപ്പഴാണെങ്കിൽ എല്ലാവരുടെയും മറ്റേ 1 by 1 ഒരാളുടെ കാല് പങ്ക് ഡയറക്റ്റാണ്. അപ്പഴാണെങ്കിൽ മെയ്ഡിന് ചോദിച്ചു, മറ്റേ മെയ്ഡിന് ക്ലീൻ ചെയ്യാൻ എൻ്റെ കാല്. അപ്പഴാണെങ്കിൽ മറ്റേ ഈ ഷോപ്പ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനെന്ന് കാല് കരയാൻ. അതുപോലെയാണ് കാല് കരഞ്ഞത്. ഈ രീതി പറഞ്ഞാരാ? അതുപോലെയാണ് മറ്റേ മൂവിയിൽ കണ്ട്. മറ്റേ ഈ ഷോപ്പയുടെ മൂവിയിൽ മറ്റേ സ്കൂളിൽ കണ്ടു. അതേപോലെ എപ്പോഴും നിൽക്കാം. നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ചെറുതായിട്ട് നോർത്ത് ലൈറ്റ്സ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ജോണിക്കുട്ടിയുടെ ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചു, പുറത്ത് നോർത്ത് ലൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പള്ളി പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി. എന്നിട്ട് അവിടെ പോയി വീണ്ടും നമ്മൾ അവിടെ അപ്പം ചെയ്യാൻ പറ്റും. ബിക്കോസ് അവരുടെ ഫാമിലിയിലൊന്നും പറ്റിയിട്ടില്ല. അതുപോലത്തെ നമുക്ക് പൈസ മറ്റേ ഡ്രിങ്ക് ഉണ്ടാക്കി, പാല്, പിന്നെ അവരും ഉണ്ടാക്കി, പിന്നെ ഡിഫറെന്റ് ഉണ്ടാക്കി. പപ്പയാണെങ്കിൽ ഉണ്ടാക്കി സെയിം പോലെ തന്നെ, പക്ഷെ അവരുണ്ടാക്കിയുമ്പോ പറത്തന പീസ് ഇട്ടു. പല രീതിയിൽ ഉണ്ടാക്കും, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഉണ്ടാക്കും. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ന് നേരെ കിടക്കുന്നു. നാളെ ജോണിക്കുട്ടിക്ക് കുറേ പരിപാടിയില്ലേ? ഞാൻ കൊറേ ചെയ്യണം. ഞാൻ മറ്റേ ഒക്സകളില്ലേ നാളെ കഴിഞ്ഞ് നമ്മള് ക്രിസ്മസിന് ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീടുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യണം. നാളെ പപ്പയും കൂടാ. പിന്നെ അതിന്റെ കൂടത്തി ആ മീനുകളുടെ മറ്റേ ബബിൾസ് വന്നത്, അത് മീന് അവർക്ക് എയറില്ലാണ്. ഒരെണ്ണം ചത്തു അവിടുന്ന്. അതുകൊണ്ട് മറ്റേ ബബിൾസ് ഒട്ടും വന്നില്ലാണോ ഒട്ടും. അതുകൊണ്ട് ഇത് നാളെ പോയിട്ട് ഗ്ലാസ് മാറ്റി ഇത് നീക്കണം. അത് കുറച്ച്. പരിപാടികളൊക്കെ ഉണ്ട്. ബൈ ബൈ.